പൂർണ്ണേ ശങ്കരപ്രാണവല്ലഭേ ജ്ഞാനവൈരാഗ്യസിദ്ധ്യർത്ഥം ഭിക്ഷാം ദേഹി ച പാർവതി. ഓം ശ്രീ മഹാദേവി നമഃ. എല്ലാ സുഹൃത്തുക്കൾക്കും ഹൃദയം നമസ്കാരം. അമ്മയുടെ പുനഃപ്രതിഷ്ഠയും നവീകരണവും താല്പര്യമൊക്കെ അതിഗംഭീരമായിട്ട് പ്രൗഢിയോടുകൂടി ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. ആ പ്രതിഷ്ഠയിൽ പങ്കെടുക്കുന്നത് പോലും ആഗമശാസ്ത്രങ്ങളിൽ പറയും ഒരു ക്ഷേത്രം അത് എവിടെ ഉയരണോ അവിടെ എങ്ങനെ ചൈതന്യം വരുത്തണോ അതിനനുസരിച്ചിട്ട് അതിനോട് ബന്ധപ്പെട്ടവരും അവിടെ നിന്ന് ദർശനം നടത്തുന്നവരും എല്ലാവർക്കും ഉയർച്ച ഉണ്ടാവുന്നതാണ്. ഏതൊരു ക്ഷേത്രമാണോ പുനരുദ്ധരിക്കുന്നത്, ക്ഷയാൽ പ്രായതേ ഇത് ക്ഷേത്രം. നമ്മള് മാനസികമായിട്ട് തളരുന്നവരാണ് ജീവിതത്തിലെല്ലാം, അല്ലെ? ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും അറിയാം നമ്മളൊക്കെ എങ്ങനെയുള്ളവരാണ്. ഓരോരുത്തരെയും അവരുടെ ജീവിതത്തിലേക്കൊന്ന് പോയാൽ ഓരോരുത്തർക്കും പറയാനുണ്ട്. 1000 ദിവസം കഴിഞ്ഞ് പറഞ്ഞാലാണ് തീരാത്ത കഥകൾ. അത്രമാത്രം വിഷമങ്ങളുമായിട്ട് നടക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. എന്തെല്ലാം ദുഃഖങ്ങൾ, എന്തെല്ലാം പ്രയാസങ്ങൾ, ആരോടും പരാതി പറയാനില്ലാതെ കൊണ്ട്, ആരും നമ്മളെ കേൾക്കാനില്ലാതെ കൊണ്ട്, നമുക്ക് ദുഃഖങ്ങൾ പങ്കുവയ്ക്കാൻ ആരുമില്ലാതെ കൊണ്ട് അങ്ങനെ വിഷമിക്കുന്നവരാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും. നമ്മൾ മാത്രമല്ല, ഈ ലോകം മുഴുവനും അങ്ങനെ തന്നെയാണ്. നമ്മള് ഒക്കെ കൂടുതലും എന്തെല്ലാം പ്രശ്നങ്ങളാണ് നമുക്ക്. കേൾക്കാൻ ആരുമില്ലാത്ത അവസ്ഥ. ഭർത്താവിന് സമയമില്ല, ഭാര്യയ്ക്ക് സമയമില്ല, മക്കൾക്ക് ഒട്ടും സമയമില്ല. പിന്നെ ബന്ധുക്കൾക്ക് കേൾക്കേണ്ട ആവശ്യമുണ്ടോ? അവർ കേൾക്കാനില്ല. നല്ലൊരു ആത്മാർത്ഥമായ ഒരു സുഹൃത്ത് നമുക്കുണ്ടാവും, നമ്മുടെ മനസ്സൊന്ന് പറയാൻ, ഒന്ന് തുറക്കാൻ. അതുപോലും ഇല്ലാത്തൊരവസ്ഥയില്. അതുകൊണ്ട് മനസ്സ് തളരുമ്പോഴാണ് നമുക്ക് നമ്മൾ പോലും വൈദ്യലോകത്തിന് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത രോഗങ്ങൾ, എന്തെല്ലാം ആത്മഹത്യകൾ നമുക്ക് വരുന്നതെല്ലാം എല്ലാത്തിനും അടിസ്ഥാനം മനസ്സാണ്. ഈ മനസ്സ് തളർന്നു പോകുന്നതാണ് എല്ലാ വിഷയങ്ങൾക്കും കാരണം. അത് എത്രയോ കാലം മുമ്പേ ഭാരതീയ ഋഷീശ്വരന്മാര് അത് കണ്ടെത്തി. അതുകൊണ്ടാണ് കലികാലത്തിലെ ജനങ്ങളൊക്കെ എങ്ങനെയുള്ളവരായി തീർന്നു. പല പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ട് ജീവിക്കാൻ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ട് പോലും, അല്ലെ? ഇവിടെ ഇരിക്കുന്ന പഴയ ആളുകളുടെ കഥയൊക്കെ ചോദിച്ചാൽ പറഞ്ഞു തരും. എന്തുമാത്രം ദാരിദ്ര്യം അനുഭവിച്ചിട്ടുണ്ട്. ആഹാരം കഴിക്കാനില്ലാതെ കണ്ട്, വസ്ത്രം കൊടുക്കാനില്ലാതെ കണ്ട്, ഒരാഭരണം ഒക്കെ കാണാൻ കൊതിയുണ്ടായിരുന്നു നമുക്ക്, അല്ലെ? ഇന്നൊരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. നല്ലൊരു ഗ്രഹത്തിൽ കിടക്കാൻ നമുക്ക് മോഹം ഉണ്ടായിട്ടില്ലേ? നല്ലൊരു ആഹാരം കഴിക്കാൻ മോഹം ഉണ്ടായിട്ടില്ലേ? എന്തെങ്കിലും നമ്മുടെ കുട്ടിക്കാലത്ത് നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഇന്ന് നമുക്ക് അതൊക്കെ നമുക്ക് ലഭിക്കുമ്പോഴും അന്ന് ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ഗുണം എന്തായിരുന്നു? മനസ്സാണ്, മനസ്സമാധാനം. ഇന്ന് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതെന്താണ്? ഇന്ന് നല്ല ഗ്രഹമുണ്ട്, ഉറങ്ങാൻ നല്ല കിടക്കയുണ്ട്, നല്ല AC റൂമുകളുണ്ട്, ഫാനുണ്ട്, എല്ലാം ഉണ്ട്. നല്ല ഫുഡ് എത്ര വേണമെങ്കിലും കഴിക്കാം. 5 നേരവും 6 നേരവും ഫുഡ് കഴിക്കാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് കഴിയാം, എവിടെ വേണമെങ്കിലും പോവാം. അപ്പൊ അതാ മൊബൈലും കൂടി ഉള്ളത് കൊണ്ട് എളുപ്പമായി ഒന്ന് കുത്തി പിടിച്ചാൽ ആഹാരം കുടുംബത്തിൽ വരും. ഇനി പുറത്തേക്കേ പോകണ്ട, കുടുംബത്തിൽ ഇരുന്നേ കഴിക്കാം, അടുക്കളയിലേ കയറണ്ട, പാത്രം കഴുകണ്ട, ഇതെല്ലാം എളുപ്പപ്പണികളായി. പക്ഷെ എന്തില്ല നമുക്ക്? മനസ്സമാധാനം അത് മാത്രം നമുക്കില്ല. അങ്ങനെ വരുമ്പോഴാണ് ഈ ക്ഷേത്രങ്ങളുടെ മഹിമ നമുക്ക് അനുഭവിക്കേണ്ടി വരും. ക്ഷേത്രം എന്തിനുള്ളതാണെന്ന് ചോദിച്ചാൽ ശരീരത്തിന്റെ ക്ഷതം മാറ്റാനല്ല, പുണ്യം മനസ്സിന് വരുന്ന ക്ഷതങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോ ഒരു നവീകരണം നടത്തുന്ന കാണുമ്പോൾ ഉള്ളാളെ ഈ ഉള്ളവനൊന്നില്ലാത്ത സന്തോഷം തോന്നുന്നു. ഒരു ക്ഷേത്രത്തിനെ നവീകരിച്ച് കൊണ്ടുവരിക, പുതുതായിരിക്കുന്ന ഒരു ചൈതന്യത്തിനെ ആ വിഗ്രഹത്തിലേക്ക് കൊടുക്കുമ്പോൾ എന്ത് പറഞ്ഞിട്ടാണ് ഇവിടെ തന്ത്രിമാര് ആ ഭഗവതി അവിടെ പ്രതിഷ്ഠിക്കണമെന്നറിയോ? ഈ ജനപദത്തില് ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട ഈ ജനപദത്തിലുള്ള എല്ലാവരുടെയും ദുഃഖങ്ങളെ അകറ്റണേ എന്ന് പറഞ്ഞിട്ടാണ്. വേണമെങ്കിൽ തന്ത്രിയോട് ചോദിച്ചു നോക്കിക്കോളൂ. ആ മന്ത്രങ്ങളുടെ അർത്ഥം അതാണ്. അപ്പൊ ക്ഷേത്രം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? നമ്മുടെ ദുഃഖങ്ങള്, ദുരിതങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നമുക്ക് എന്തുകൊണ്ടാണ്
അമ്പലങ്ങളിലൊക്കെ ആളുകൾ കൂടി തുടങ്ങി, വഴിപാടുകൾ കൂടി തുടങ്ങി, പൊങ്കാലയുമൊക്കെ ധാരാളം ഇടാൻ തുടങ്ങി. ഇതൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് നമ്മൾ നേരെയാവുന്നില്ല എന്ന് ചോദിച്ചാൽ അവിടെയാണ് ഒരു ക്ഷേത്രം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. അവിടെ എങ്ങനെയാണ് നമ്മൾ പെരുമാറേണ്ടതെന്ന് അറിയില്ല, എങ്ങനെയാണ് നമുക്ക് പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയില്ല, എങ്ങനെയാണ് അവിടെ ശരണാഗതി അറിയേണ്ടതെന്ന് നമുക്കറിയില്ല, എന്ത് ചെയ്താലാണ് നമുക്ക് ഗുണമുണ്ടാകാൻ നമുക്കറിയില്ല. ഞാനിപ്പോ ഇന്നലെ ഒരു അമ്പലത്തിൽ പോയിട്ട് വന്നതാ. ഉത്സവം ഗംഭീര തിരക്കാണ്, അനങ്ങാൻ വയ്യാത്ത ജനമാണ്. വലിയൊരമ്പലം, അതൊക്കെ ഫുള്ള ആളാണ്. ഞങ്ങൾക്ക് ഒരു കാലെടുത്ത് വയ്ക്കാൻ സ്ഥലമില്ല, ഇത്രയും ജനങ്ങളാണ്. ഇത്രയും ആൾക്കാർ എന്തിനു വന്നു എന്ന് ചോദിച്ചാൽ ആ ഭഗവാനെ കാണാനാണെന്ന് ചോദിച്ചാൽ അതിനൊന്നും വേണ്ടിയിട്ടല്ല, കാഴ്ച കാണാൻ തിരക്കാണ്. അതുകൊണ്ട് പോകണം. ആ തിരക്കിൽ വിട്ട് നമ്മളും പോയി. ശിവരാത്രി കഴിഞ്ഞുള്ളൂ പാലയില്. എത്ര ആൾക്കാർ മഹാദേവനെ മനസ്സിൽ തൊട്ട് വിളിച്ചിട്ടുണ്ടാകുമെന്ന് ചോദിച്ചാൽ എല്ലാവരും പോയി പുറക്കരയിൽ പോയി വെല്ലിട്ടു, പട്ടം കറങ്ങി ഇങ്ങോട്ട് പോകുന്നു, എന്തൊക്കെയോ വാങ്ങിച്ചു തിന്നു പോകുന്നു. അതിനപ്പുറത്തേക്ക് നമുക്ക് എത്ര നേരം ആ മഹാദേവന്റെ മുമ്പിലൊന്ന് പോയി നിൽക്കാൻ, ആ മഹാദേവനെ മനസ്സിൽ തൊട്ടൊന്ന് വിളിക്കാൻ നമുക്ക് സാധിക്കും അല്ലെ? സത്യാഗ്രഹങ്ങളുടെ കഥകളുടെ കിടക്കോട്ടൊരു മണിയുടെയൊക്കെ അതുകൊണ്ട് സത്യം സാക്ഷ്യം വഹിക്കുന്നത്, അതൊരു സത്യമാക്കി തരുന്നതൊക്കെ ഇതാണ് വേണ്ടത്. അല്പനേരം നമ്മൾ ക്ഷേത്രത്തിൽ നിന്നുള്ളെങ്കിലും ആ 5 മിനിറ്റാണ് നമ്മൾ നടക്കി നിൽക്കുന്നത്. ആ നിമിഷം നമ്മുടെ മനസ്സ് മറ്റൊന്നിലേക്ക് പോകാതെ ഉണ്ടാകും. അങ്ങനെ നമുക്ക് സാധിക്കുന്നുണ്ടോ? വിഗ്രഹ രൂപത്തിലാണ് ഈശ്വരന്, അരൂപിയായിരിക്കുന്ന ഈശ്വരന്റെ രൂപം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയില്ല. പ്രതിഷ്ഠിക്കുന്ന തന്ത്രിയോട് ചോദിക്കാൻ മതി എന്താ രൂപം എന്ന് വെച്ചാൽ അദ്ദേഹം പറയുന്ന രൂപമൊന്നും എനിക്കറിയില്ല, ഞാൻ പഠിച്ചത് ചെയ്യുന്നു എന്നുള്ളത്. അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് ഈശ്വരനായി കാണാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. പക്ഷേ അദ്ദേഹം കൊടുക്കുന്ന ഒരു ചൈതന്യമുണ്ട് അവിടെ. ആ ചൈതന്യത്തിന് നമ്മൾ എന്ത് ചെയ്തു? കയ്യും കാലും കിരീടവും ഒക്കെ വെച്ച് കണ്ണും മൂക്കൊക്കെ ആയിട്ട് നമ്മളെ പോലെ ഒരു സ്വരൂപം കൊടുത്ത് അവിടെ ഇട്ടി വടയാടകളൊക്കെ ചാർത്തി, മാലയൊക്കെ ചാർത്തി, പായസവും അപ്പവും ഒക്കെ നിവേദിച്ചു. ഇതൊക്കെ നമ്മൾ കഴിച്ചു. നമ്മളെ സുന്ദരിക്കുട്ടിയായിട്ട് അന്നപൂർണേശ്വരി നല്ലൊരു സുന്ദരിക്കുട്ടിയായിട്ട് നമ്മൾ മാറ്റി. പക്ഷെ ആ രൂപത്തിനെ കണ്ടിട്ട് നമുക്ക് എന്ത് വേണം? അരൂപിയായിരിക്കുന്ന ഈശ്വരന് ഇത്രയും മനോഹരമായിരിക്കുന്ന ഒരു രൂപം നമ്മൾ എന്തിനാ കൊടുത്തത്? നമുക്കൊന്ന് കണ്ട് ആനന്ദിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരല്പനേരം ഒരു 5 മിനിറ്റ് നിന്നാൽ മതി. 24 മണിക്കൂറും അമ്പലത്തിൽ വന്നിരുന്നു എന്നൊക്കെ കാര്യമില്ല. ഒരു 5 മിനിറ്റ് നമ്മളവിടെ നിൽക്കുമ്പോൾ മറ്റു കാഴ്ചകളൊക്കെ നമ്മൾ മറന്നു പോകണം. കാണേണ്ടത് ഒന്നിനെ മാത്രം. ആരെ കാണണം? ആ ദേവിയുടെ മനോഹരമായിരിക്കുന്ന രൂപത്തിനെ. അത് കണ്ണാലെ പാർത്ത് ഹൃദയത്തിലെ നടക്കണം. അപ്പോ നമുക്ക് ഉണ്ടാകുന്ന ഒരു ശാന്തിയിൽ എപ്പോഴെങ്കിലും ഒന്ന് നോക്കിക്കോളൂ. എപ്പോഴെങ്കിലും അമ്മാന്ന് മനസ്സിലിട്ടൊന്ന് വിളിക്കുമ്പോ നമുക്ക് ഉണ്ടാകുന്ന ഒരു സുഖമുണ്ട് അല്ലേ? നമ്മളിവിടെ കീർത്തനം പാടി. എന്താ കീർത്തനം പാടിയത്? കുഴയാതെ നാമം ജപിക്കുവാൻ അമ്മേ അനുഗ്രഹീടണേ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേജയാ. വാർദ്ധക്യം വന്നെത്തി, വ്യാധിയും വന്നെത്തി, ചിത്തത്തിലക്കലുമേറിയല്ലോ. വ്യാകുല ചിന്തകൾ കൂട്ടമായെത്തിട്ടു ആകുലമാക്കുന്നു മാനസത്തെ. ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി ഉള്ളത് കൊണ്ടാണ് ഇത്രയും ചെറുപ്പക്കാരും പിള്ളേരെ കൊണ്ടിരിക്കുന്നത്. ഇല്ലെങ്കിൽ ആരൊക്കെ ഉണ്ടാകുന്നത്? 60 വയസ്സിന് മേലെയുള്ള കുറേ ആൾക്കാർ വന്നിരിക്കും. ഇനി എന്ത്? ഓരോരുത്തരോടും ചോദിച്ചു നോക്കിക്കോളൂ. കണ്ണ് കാണാതെ ഉണ്ടായി, പല്ലൊക്കെ കൊഴിഞ്ഞു തുടങ്ങി, നടക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ, മുട്ടുവേദന, നടുവേദന, അല്ലേ? ഇതെല്ലാം പ്രശ്നങ്ങളാണ്. എത്ര മരുന്ന് കഴിക്കണം നമുക്ക്? സമയത്ത് ആഹാരം കഴിക്കട്ടെ എന്ന് മരുന്ന് കഴിക്കാൻ. എന്തെല്ലാം രോഗങ്ങൾ മാറ്റിയിരിക്കുന്നവരാണ്. നമ്മളോടൊപ്പം വന്നവര്, നമ്മുടെ കൂടെ പഠിച്ചവര്, നമുക്ക് ശേഷം വന്നവര് ഒക്കെ നമ്മളെ വിട്ടിങ്ങനെ പോകുമ്പോ നമ്മളതൊക്കെ പോയി കാണാതെ പതിവില്ലേ അല്ലേ? ഓരോരുത്തരും മരിച്ച് നമ്മുടെ കൂടെ പഠിച്ചവരും വിട്ടൊക്കെ. എന്റെ കൂടെ പഠിച്ച 3 കുട്ടികൾ, ഞങ്ങൾ ഒന്നിച്ച് തമ്മിൽ കൂടി പഠിച്ച 3 പേരാ ഈ അടുത്ത സമയത്ത് മരിച്ചത്. ഞാൻ നോക്കിയിരിക്കാം, ഡേറ്റ് ആയിട്ടുണ്ടാവും. അപ്പോ ഇതേപോലെ നമ്മളൊക്കെ ഡേറ്റ് നോക്കിയിരിക്കാം. ഏത് നിമിഷം വേണമെങ്കിലും നമ്മുടെ കൂടെ പഠിച്ചവരും നമുക്ക് മുമ്പേ വന്നവരും നമുക്ക് ശേഷം വന്ന കുട്ടികളും കൂടി ഈ ലോകം വിട്ടു പോകുമ്പോൾ
നമ്മുടെ ഉള്ളില് വല്ലാത്ത ആധി വന്നുകൊണ്ടിരിക്കുക. ആ ആധിയാണ് പിന്നീട് വ്യാധിക്ക് കാരണമായിട്ട് മാറും. പല പല രോഗങ്ങൾ കൂടി വരാനുള്ള കാരണം. എത്രയോ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എന്തെല്ലാം മരുന്ന് കഴിക്കണം, എന്നിട്ടും മനഃശാന്തി കിട്ടാതെ കണ്ടു വരുമ്പോൾ ആ മനസ്സിന്